വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഈ സമുദായമെന്നും ശ്രീനാരായണീയരെന്നും അതിന് പുറത്ത് നിരവധിയായിട്ടുള്ള വ്യക്തികളും സംഘടനകളും ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ശ്രീനാരായണ ദർശനവേദിയും ഈ സമ്മേളനവും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അക്കാലഘട്ടത്തിൽ, അക്കാലത്തെ വെള്ളാപ്പള്ളി നടേശനിലും അക്കാലത്തെ യോഗ നേതൃത്വത്തിലും. ശരിയായ ദിശയിലേക്ക് SNDP യോഗത്തിനെയും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആ പ്രസ്ഥാനം ഇടക്കാലത്ത് വെച്ച് യോഗത്തിൽ നിന്ന് അദ്ദേഹവും വിദ്യാസാഗർ സാർ ഉൾപ്പെടെയുള്ള പല ആളുകളും മാറുകയും പിന്നീട് വെള്ളാപ്പള്ളി നടേശനും കുടുംബവും എന്ന രീതിയിലേക്ക് അത് മാറുകയും ആധുനികനായ ഗുരുവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സമുദായ ഭേദമന്യേ എല്ലാ മനുഷ്യരും കേരളത്തിന്റെ ഗുരു എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സന്ദേശത്തിന് വിരുദ്ധമായി SNDP യോഗമെന്നല്ല ആര് തന്നെ പോയി കഴിഞ്ഞാലും അതിനെതിരെയുള്ള പ്രതിഷേധം തീർച്ചയായിട്ടും കേരളീയരെ ചിന്തിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണിത്. ശ്രീനാരായണ ദർശനവേദി എന്ന പേരിൽ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല കേരളമൊട്ടാകെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇവിടെ സുധീഷ് മാഷ് മാളയിലെ ശ്രീനാരായണ ഗുരുധർമ്മം ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സുധീഷ് മാഷായിരുന്നു വാസ്തവത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത്. സംഘാടകർക്ക് ആ കാര്യത്തിൽ ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ നിരവധി ആയ പ്രഭാഷകന്മാരും കേരളം ഒട്ടുക്കും അറിയപ്പെടുന്ന പ്രശസ്തരുമായ ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു 5 മിനിറ്റ് പറഞ്ഞ് ഞാൻ മുഖ്യ പ്രഭാഷകർ ഉൾപ്പെടെയുള്ള ഉദ്ഘാടകർ ഉൾപ്പെടെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് തന്നെ SNDP യോഗം അല്ലാതെ തന്നെ തുടക്കം മുതലേ നിരവധി സഭകൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. ഇഴവ തീയ സമുദായത്തിനകത്ത് തന്നെ കേരളം ഒട്ടുക്കും SNDP യോഗത്തിന് സമാന്തരമായും SNDP യോഗം ഉണ്ടാകുന്നതിന് മുൻപും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സഭകളുണ്ട്. ഒപ്പം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അപചയവുമായി ബന്ധപ്പെട്ട് അതിന്റെ അപചയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള നിരവധി ചെറിയ ചെറിയ ഗ്രൂപ്പുകളും കേരളമൊട്ടാകെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ആ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിപര്യം സംഭവിക്കുന്ന സന്ദർഭത്തിൽ വിശേഷിച്ചും ഗുരുവിന്റെ ആദർശത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും അത് മാറിപ്പോകുന്നു എന്ന് കരുതുമ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് നിന്നും മാത്രമല്ല അതിന്റെ പുറമേ നിൽക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ വിമർശനങ്ങളും ഇടപെടലുകളും ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഈ സമുദായമെന്നും ശ്രീനാരായണീയരെന്നും അതിന് പുറത്ത് നിരവധിയായിട്ടുള്ള വ്യക്തികളും സംഘടനകളും ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ശ്രീനാരായണ ദർശനവേദിയും ഈ സമ്മേളനവും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ട്. അവർ പക്ഷെ സംഘടിത രൂപത്തിൽ, വലിയ സംഘടിത രൂപത്തിൽ വന്നിട്ടില്ല എന്നത് മാത്രമാണ് ആകെ വ്യത്യാസമായി കാണാവുന്ന കാര്യം. ബഹുമാന്യനായ വിദ്യാസാഗർ സാർ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് SNDP യോഗത്തോട് എന്നെ പോലുള്ള ആളുകളൊക്കെ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അക്കാലഘട്ടത്തിൽ, അക്കാലത്തെ വെള്ളാപ്പള്ളി നടേശനിലും അക്കാലത്തെ യോഗ നേതൃത്വത്തിലും. ശരിയായ ദിശയിലേക്ക് SNDP യോഗത്തിനെയും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആ പ്രസ്ഥാനം ഇടക്കാലത്ത് വെച്ച് യോഗത്തിൽ നിന്ന് അദ്ദേഹവും വിദ്യാസാഗർ സാർ ഉൾപ്പെടെയുള്ള പല ആളുകളും മാറുകയും പിന്നീട് വെള്ളാപ്പള്ളി നടേശനും കുടുംബവും എന്ന രീതിയിലേക്ക് അത് മാറുകയും അത് അങ്ങേയറ്റം ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായ ദിശയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രസ്ഥാനം പോകുന്നത്. അതിൽ സങ്കടമുള്ള, അതിൽ പ്രതിഷേധമുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും പുറത്തിരിക്കുന്ന ആളുകളെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ തകർത്തുകൊണ്ട് കേരളത്തിനെ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട്, കേരളത്തിനെ അങ്ങനെ മാറ്റി തീർക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ട്. കാരണം ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രം ലോകം മുഴുവനും പ്രാധാന്യമുള്ള ഏറ്റവും ആധുനികനായ ഒരു ഗുരുവാണ്.
ഒരിക്കൽ ഒരു കാര്യം പോലും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കവിതകളായാലും കൃതികളായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായി കഴിഞ്ഞാലും സംസാരങ്ങളായി കഴിഞ്ഞാലും ഇതെല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ആധുനികനായ ഗുരുവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സമുദായ ഭേദമന്യേ എല്ലാ മനുഷ്യരും കേരളത്തിന്റെ ഗുരു എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സന്ദേശത്തിന് വിരുദ്ധമായി SNDP യോഗമെന്നല്ല ആര് തന്നെ പോയി കഴിഞ്ഞാലും അതിനെതിരെയുള്ള പ്രതിഷേധം തീർച്ചയായിട്ടും കേരളീയരിലെ ചിന്തിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണിത്. ആ പ്രതിഷേധത്തിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് കാണുന്ന ഈ വിദ്വേഷ പ്രവർത്തനങ്ങളെല്ലാം, വിശേഷിച്ചും അപരപ്രിയം എന്ന ഗുരുവിന്റെ സന്ദേശത്തിന് ഏറ്റവും ആത്യന്തികമായത് എല്ലാ ജനമനസ്സിലേക്കും സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അപരപ്രിയം എന്ന സന്ദേശത്തിന് വിരുദ്ധമായി അപരൻ വിദ്വേഷം ജനിപ്പിക്കുന്ന ആളുകളാണ്, കുഴപ്പക്കാരാണ് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് പകർത്താൻ ഒരിക്കൽ പോലും ഒരു ശ്രീനാരായണ പ്രസ്ഥാനം തയ്യാറാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. അത് കമ്മ്യൂണിറ്റിക്കകത്ത് മാത്രമല്ല, കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ വിള്ളൽ വീഴ്ത്താൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ആയിരിക്കും ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി.